ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണ്, സേഫ് ആയിട്ടിരിക്കണമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇവളെന്താണ് ഈ കാറിൽ വന്നിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഇത് ആരൊക്കെയോ കോപ്പി അടിക്കാൻ നോക്കുന്നതെന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ അതൊന്നും അല്ല, എനിക്ക് വീട്ടിനകത്തിരുന്ന് വീഡിയോസ് എടുക്കാൻ പറ്റുന്നില്ല. ഒന്നാമത് കറണ്ട് കാര്യങ്ങളില്ല, ലൈറ്റിൻ്റെ ബുദ്ധിമുട്ട് കാരണം. പിന്നെ അതുപോലെ രണ്ടുപേരുടെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ കാക്കൻ്റെ സൗണ്ട്, പട്ടിൻ്റെ സൗണ്ടൊക്കെ ആയതുകൊണ്ട് ഞാൻ കാറിൽ വന്നിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരെയും പോലെ തന്നെയാണ് ബിഗ് ബോസിനായിട്ട് ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിനെ കുറിച്ച് പറഞ്ഞാലോ വേണ്ടതെന്നൊക്കെ. അപ്പോൾ കുറേ പേര് പറഞ്ഞു ബിഗ് ബോസിനെ കുറിച്ച് പറയാമെന്ന്. കുറേ പേര് പറഞ്ഞു വേണ്ട ബിഗ് ബോസിനെ കുറിച്ച് പറയണ്ടെന്നൊക്കെ. എന്നാലും മെജോറിറ്റി പറയാം എന്നായതുകൊണ്ട് ഞാൻ വിചാരിച്ച ഒരു വീഡിയോ ചെയ്യാമെന്ന്, ബിഗ് ബോസിൻ്റെ ലോഗോനെ പറ്റി ഷെയർ ചെയ്യാന്നുള്ളത്. അപ്പോൾ ബിഗ് ബോസിൻ്റെ ലോഗോനെ പറ്റി ഷെയർ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ പഴയ ബിഗ് ബോസുകളൊക്കെ നമുക്കൊന്ന് നോക്കാം. കഴിഞ്ഞ സീസൺ എനിക്ക് വലിയ സുഖമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ റോബിൻ്റെ സീസണൊക്കെ ഭയങ്കര കത്തിക്കയറിയ സമയം തന്നെയായിരുന്നു. അതൊക്കെ ഭയങ്കര നല്ല രീതിക്ക് റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം കാണാൻ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പക്ഷേ കഴിഞ്ഞ സീസൺ വലിയ ശോക സീനൊക്കെ ആയിരുന്നു. അവസാനം എത്തിയപ്പോൾ ജാസ്മിൻ ഗബ്രി ആ ഒരു സീനൊക്കെ വന്നപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയെങ്കിൽ പോലും ആകപ്പാടെ മൊത്തം ശോകം പിടിച്ച സീനായിരുന്നു എന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. അപ്പോൾ ഇത്തവണ നമ്മൾ ബിഗ് ബോസിനായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലോഗോ വന്നോടെ എല്ലാവരും ഭയങ്കര ത്രില്ലാണ്. ലോഗോ ഒക്കെ വന്ന് എന്തായിട്ട് പോട്ടെ, നമുക്ക് തുടങ്ങി കിട്ടിയാൽ മതി. അതുകൊണ്ട് ഭയങ്കര ലേറ്റ് ആവുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ സീസണൊക്കെ അത്യാവശ്യം നേരത്തെ വന്നായിരുന്നു. പക്ഷേ ഇത്തവണത്തെ ബിഗ് ബോസ് എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് സമയമൊക്കെ ആകുമ്പോഴേ അത് വരുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ലോഗോ വന്നോടെ ഭയങ്കര വെയിറ്റിംഗ് ആണ്. ഏഷ്യൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു കാത്തിരിപ്പിന് വിരാമം, ബിഗ് ബോസ് മലയാളം സീസൺ 7 ഉടൻ വരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇട്ടപ്പോൾ തന്നെ അത് ലക്ഷക്കണക്കിന് വ്യൂസ് തന്നെയാണ്. പിന്നെ നമ്മുടെ ലാലേട്ടൻ തന്നെ ഫേസ്ബുക്ക് പേജിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെ ബിഗ് ബോസ് വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അതിനും ഭയങ്കര വ്യൂസൊക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പ്രോമോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞ് 1.5 മാസം കഴിഞ്ഞാലും നമുക്ക് ഓഗസ്റ്റിലേക്ക് കാണുന്ന സമയത്ത് ബിഗ് ബോസ് എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ അതുപോലെ തന്നെ ഹാഷ്ടാഗ് തുടങ്ങിയിട്ടുണ്ട്. ബിഗ് ബോസ് മലയാളം സീസൺ 7 എന്ന് പറഞ്ഞിട്ടൊരു ഹാഷ്ടാഗ് തുടങ്ങിയിട്ടുണ്ട്. കോമണേഴ്സിൻ്റെ പ്രോമോ, അതുപോലെ തന്നെ ഈ ബിഗ് ബോസിൻ്റെ കമ്മിങ് സൂൺ പ്രോമോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേഗം തന്നെ ബിഗ് ബോസ് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ബിഗ് ബോസിനെ കുറിച്ച് പറയാനാണെങ്കിലും ബിഗ് ബോസിൻ്റെ ലോഗോനെ കുറിച്ചാണ് ഇവിടെ മെയിൻ ആയിട്ട് പറയുന്നത്. അതിൻ്റെ ലോഗോ വന്ന് ഇറങ്ങിയതോടെ ഇത്രയും കാലം ഇറങ്ങിയ ലോഗോസിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ വെറൈറ്റി ടൈപ്പിലുള്ള ലോഗോയാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് എന്തായിരിക്കുന്നതായിരിക്കും എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവുക. എന്തൊക്കെയാണ് അത് കുറേ കാര്യങ്ങൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അതുപോലെ തന്നെ ആ ലോഗോ കണ്ടിട്ട് നമുക്ക് തീമുകൾ കാര്യങ്ങളൊക്കെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ലോഗോ വന്നതോടെ തന്നെ ലോഗോ വന്നാൽ പോട്ടെ, എല്ലാവർക്കും ഒന്ന് തുടങ്ങി കിട്ടിയാണെന്നുള്ള ആകാംക്ഷയായിരിക്കും. എന്നിരുന്നാൽ പോലും ആ ലോഗോയിലും കുറച്ച് സീക്രറ്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ലോഗോ കണ്ടപാടെ നമുക്ക് കാണുന്നൊരു സംഭവമാണ് ഈ സൈഡ് എല്ലും ഈ സൈഡ് 7 എന്നുള്ളതും. ഈ എല്ലെന്ന് പറയുന്നത് നമ്മൾ എമ്പുരാനൊക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല, എമ്പുരാനിലെ. അതുപോലെ തന്നെ ഈ എല്ലിന് സൂചിപ്പിക്കുന്നത് മോഹൻലാലിൻ്റെ അല്ലെങ്കിൽ ലാലേട്ടൻ്റെ എല്ലിനെയാണ് നമുക്ക് സൂചിപ്പിക്കുന്നത്. ഇത്രയും വർഷത്തെ ബിഗ് ബോസിൽ ലാലേട്ടന് ഒരു സ്പെഷ്യൽ സ്ഥാനം കൊടുത്തായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ലാലേട്ടൻ മെയിനാണ്, എന്നിരുന്നാൽ പോലും സ്പെഷ്യൽ സ്ഥാനം അല്ലെങ്കിൽ സ്പെഷ്യൽ പവർ മോഹൻലാലിന് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത്തവണത്തെ ബിഗ് ബോസിൽ മോഹൻലാലിനെയാണ് സ്പെഷ്യലായിട്ട് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഓപ്പോസിറ്റ് സൈഡിൽ വന്നിട്ട് 7 എന്നാണ് കൊടുത്തിരിക്കുന്നത്. 7 എന്ന് പറയുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ 7 കുറിച്ചാണ് ആ 7 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ലാലേട്ടന് ഭയങ്കര സ്പെഷ്യൽ പവറൊക്കെ കൊടുത്തുകൊണ്ട് എന്തായാലും ഇത്തവണത്തെ ബിഗ് ബോസ് കലക്കാനാണ് ചാൻസ് കൂടുതൽ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ക്യാമറ ഐസ് അല്ലെങ്കിൽ ക്യാമറ ലെൻസ് ഒരു ഐ പോലെയൊക്കെ നമുക്ക് തോന്നും. നിങ്ങളെ ഞങ്ങൾ കാണുന്നുണ്ട് കേട്ടോ, ആ ഒരു രീതിക്ക് അങ്ങനെ തോന്നാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഈ ലെൻസിൻ്റെ അകത്ത് വന്നിട്ട് നമ്മുടെ കണ്ണിനകത്തുള്ള കൃഷ്ണമണീൻ്റെ ഐറിസ് പോലത്തെ ഒരു സംഭവങ്ങളും ഐറിസുമായിട്ട് സിമിലർ ആയിട്ടുള്ള പോലെ നമുക്ക് കാണാൻ പറ്റും. ആ ലോഗോൻ്റെ അകത്ത് ഐറിസ് പോലെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നിയോൺ ലൈറ്റിംഗ് അതിൽ കൊടുത്തിട്ടുണ്ട്. നിയോൺ ലൈറ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ബിഗ് ബോസിൻ്റെ എനർജി, ലൈക്ക് ഊർജ്ജം, അതിനെക്കുറിച്ച്, പിന്നെ ചലനാത്മകത, അതിനെക്കുറിച്ചൊക്കെ ആയിരിക്കും ഈ നിയോൺ ലൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നല്ല പവർഫുൾ ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള കണ്ടസ്റ്റൻസിനെ വരട്ടെ എന്ന് നമുക്ക് വിചാരിക്കുന്നില്ല, നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ കണ്ണിന് ചുറ്റും 7 ചിഹ്നങ്ങൾ കാണാം. കണ്ണിന് ചുറ്റും നമുക്ക് 7 ചിഹ്നങ്ങളായിട്ട് കാണാൻ പറ്റും. ഈ 7 ചിഹ്നങ്ങൾ എന്ന് പറയുന്നത് ബിഗ് ബോസിൻ്റെ തീമിനെ ചിലപ്പോൾ സൂചിപ്പിക്കാൻ വേണ്ടി ആയിരിക്കാം. അപ്പോൾ 7 ചിഹ്നങ്ങൾ നമുക്ക് കുറച്ചുകൂടി സൂം ചെയ്ത് നോക്കി പറഞ്ഞാൽ പലതും കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ മേ ബി അതിൻ്റെ തീം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ആ 7 ചിഹ്നത്തിലുള്ളത്. പിന്നെ അതുപോലെ തന്നെ പ്രത്യേകത എന്ന് പറയുന്നത് ലോഗോയിൽ വരെ മാറ്റം സംഭവിക്കാം. എല്ലാവരും വിചാരിക്കുന്നുണ്ട് ലോഗോയിൽ ചേഞ്ചസ് വരുമോ, ലോഗോ ഇനി മാറുമോ എന്നൊക്കെ വിചാരിച്ച് കുറേ പേര് പറയുന്നുണ്ടായിരുന്നു. യെസ്, ഓഫ് കോഴ്സ് ലോഗോസിൽ വരെ ഇതിൽ മാറ്റം സംഭവിക്കാം. ഇന്നേ വരെ ഒരു പ്രോഗ്രാമും ഇടയിൽ വെച്ചിട്ട് ലോഗോ ചേഞ്ച് ആവാൻ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ഇത്തവണത്തെ ബിഗ് ബോസിൻ്റെ കളി എങ്ങനെയാണോ പോകുന്നത് അതിനനുസരിച്ചിട്ട് നമ്മുടെ ലോഗോ വരെ വേണമെങ്കിൽ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കാം. പെട്ടെന്നൊരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കണം, നമ്മൾ ലോഗോ ഒക്കെ ആരും ശ്രദ്ധിക്കാനാണെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, ലോഗോയിൽ വരെ നമുക്ക് ട്വിസ്റ്റ് പ്രതീക്ഷിക്കാം. ബിഗ് ബോസ് മലയാളം സീസണിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. എന്തായാലും ഇത്രത്തോളം കാത്തിരുന്നില്ലേ, പിന്നെ ആ 1.5 മാസമല്ലേ ഉള്ളൂ, അതും കൂടെ വെയിറ്റ് ചെയ്യാം. ഈ വെയിറ്റ് ചെയ്തിരിക്കുന്നതിന് ഒരു അവസാനം ആവട്ടെ, ലൈക്ക് അടിപൊളി കണ്ടസ്റ്റൻസ് ഒക്കെ വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണണമെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എത്തുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള, അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.